ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ലൈവ് സ്ട്രീമിംഗ് കണ്ട സീസൺ, ഹോട്ട്സ്റ്റാറിന് ഏറ്റവും അധികം ലാഭം ഉണ്ടാക്കി കൊടുത്ത മലയാളം ബിഗ് ബോസ് സീസൺ, റെക്കോർഡ് TRP അങ്ങനെ ഒരുപാട് മൈൽ സ്റ്റോൺസ് താണ്ടി 50 ദിവസവും താണ്ടി ബിഗ് ബോസ് മലയാളം സീസൺ 6 കുതിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ലിസ്റ്റ് ഓഫ് ഫേവറേറ്റ്സ് അല്ലെങ്കിൽ നല്ലപോലെ കളിക്കുന്ന 5 പേര്, അവരെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ആദ്യം പുറത്തു പോയവരെ കുറിച്ച് പറയാം. എന്റെ ഫേവറേറ്റ്സ് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു. അവര് ആണ് അസീർ റോക്കി, അതേപോലെ തന്നെ സിബിൻ, പിന്നെ പൂജ. അസീർ റോക്കി, സിബിൻ രണ്ടുപേരുടെയും ഗെയിം വളരെയധികം ഞാൻ ഈ സീസണിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ടും അവിടെ നിൽക്കാൻ യോഗ്യരല്ല എന്ന് തെളിയിച്ചുകൊണ്ട് രണ്ടുപേരും പുറത്തേക്ക് പോയി. ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന, ഈ ഫോർമാറ്റിനെ അഡ്മയർ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമ്മളെ ഒരുപാട് വിഷമത്തിലാക്കി ഇവരുടെ രണ്ടുപേരുടെയും പുറത്താക്കല്. അതിൽ റോക്കിയേക്കാൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് സിബിന്. സിബിൻ എന്തിനാണ് പുറത്തു പോയതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. 14 മിനിറ്റിന് ലൈവ് ഒക്കെ ആശാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിന് സിബിൻ പുറത്തേക്ക് പോയി എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. പൂജയും നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. ഹെൽത്ത് റീസൺസിനെ തുടർന്ന് പുറത്തേക്ക് പോയി. അതായത് നമ്മുടെ എവിക്റ്റഡ് ഫേവറേറ്റ്സ്. ഇനി ടോപ്പ് 5ലേക്ക് വരാം. 5ാം സ്ഥാനം ഞാൻ നന്ദനയ്ക്ക് കൊടുക്കും. നന്ദനയുടെ ഗെയിമിന്റെ ഗ്രാഫ് ഈ ഒരു ഒറ്റ ആഴ്ച പൊങ്ങി വരുന്നത് ഞാൻ ലൈവിൽ കണ്ടൊരു കാഴ്ചയാണ്. ജാസ്മിനെതിരെ ആദ്യം കളിച്ചപ്പോൾ ഒന്ന് പാളിപ്പോയെങ്കിലും ഈ ആഴ്ച ജാസ്മിൻ ഒരു സത്യം കണ്ടില്ലെന്ന് നടിച്ചു, അല്ലെങ്കിൽ 2 വഞ്ചിയിൽ കാലിട്ട് നിന്നു എന്നൊരു ആരോപണം നടത്തി സത്യം പറഞ്ഞ് ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വന്നു നന്ദന. അത് പ്രേക്ഷകർക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഒരുപാട് പ്രേക്ഷകർ നന്ദനെ പിന്തുണയ്ക്കുകയും ചെയ്യും. കാരണം വന്നു കയറിയപ്പോൾ ആ ഒരു വെറുപ്പിക്കൽ ഇപ്പൊ പുള്ളിക്കാരിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഒരുപാട് പേര് പറയുന്നതും കേട്ടു. ജിൻഡോയെ ജാസ്മിൻ തല്ലിയപ്പോൾ റിയാക്ട് ചെയ്ത ഒരേ ഒരു വ്യക്തിയാണ്. അതിൽ തന്നെ ആളുടെ നിലപാട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വ്യക്തമാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ടോപ്പ് 5 വരാൻ യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നന്ദന. ഇനി ദിവസങ്ങൾ മുന്നോട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം ഇത് മാറുമോ എന്ന്. 4ാം സ്ഥാനത്ത് ഗബ്രി. നെഗറ്റീവ് ഗെയിമറാണ്, പക്ഷെ ചർച്ചാ വിഷയമാവുന്നുണ്ട്. ഗബ്രി തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. നമുക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് കണ്ടന്റുകൾ ഉണ്ടാക്കി തന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഗബ്രി അത് ചെയ്തു, ഗബ്രി ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ കാണുന്നുണ്ട്. ആ രീതിയിലൊരു നെഗറ്റീവ് പരിപാടി ഗബ്രി വർക്ക്ഔട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഈ സീസണിൽ. അതിപ്പോ പ്രേമനാടകമായി കഴിഞ്ഞാലും ജിൻഡോയ്ക്കെതിരെ കളിക്കുന്നതായാലും എല്ലാ രീതിയിലും അതെ. ഞാൻ ഗബ്രിയെ 4ാം സ്ഥാനത്ത് പറയാൻ കാരണം വൈൽഡ് കാർഡുകൾ വന്നിട്ടും ഗബ്രിയുടെ ഈ അപ്രോച്ച് മാറിയില്ല എന്നതുകൊണ്ടാണ്. എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. അപ്പൊ 3ാം സ്ഥാനത്ത് ജാസ്മിൻ. ജാസ്മിന്റെ ഗെയിം നെഗറ്റീവ് ആണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ജാസ്മിൻ ചോദിച്ച് മേടിച്ച നെഗറ്റീവുകളാണ് ജാസ്മിന് കിട്ടിയിട്ടുള്ളത്. ഗബ്രിയുടെ അത്രയും പോലും നെഗറ്റീവ് ഗെയിം ജാസ്മിൻ അവിടെ കളിച്ചിട്ടില്ല. അതിപ്പോ വൃത്തിയുടെ കാര്യം തുടങ്ങി കഴിഞ്ഞ ദിവസം ജയിലിൽ കാണിച്ചു കൂട്ടിയത് വരെ നീളുന്ന ഒരു ലിസ്റ്റാണ്. ജാസ്മിൻ ചോദിച്ച് മേടിച്ചു കൂട്ടിയതാണ് എല്ലാം. പ്രേക്ഷകരോട് പോസിറ്റീവ് ചോദിച്ചിരുന്നുവെങ്കിൽ പ്രേക്ഷകർ പോസിറ്റീവ് തന്നേനെ. അതിപ്പം ജാസ്മിൻ അവിടെ നല്ല രീതിക്ക് നിന്നിരുന്നുവെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നേനെ ജാസ്മിന്. ആ രീതിയിൽ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോ ജിൻഡോ പറഞ്ഞ പോലെ ഈ സീസണിന്റെ കപ്പ് വരെ അടിച്ചേനെ ജാസ്മിൻ. പക്ഷെ ഗബ്രി വന്ന സീസണിലായി പോയി ജാസ്മിൻ വന്നത്. അത് ജാസ്മിന്റെ ഗതികേടാണ്. എന്നിരുന്നാലും പുള്ളിക്കാരി ആള് സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. മെന്റലി നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. അത്രയും വൈൽഡ് കാർഡുകൾ വന്ന്, പിന്നെ എന്താ പറയാ, സിജോയും ഒക്കെ വന്ന്, പിന്നെ വാപ്പയുടെ കോളും എല്ലാ നാടകീയ മുഹൂർത്തങ്ങളും തരണം ചെയ്ത് 50 ദിവസം താണ്ടി ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ആള് സ്ട്രോങ് ആണെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. പിന്നെ ജാസ്മിന്റെ നെഗറ്റീവ്സ് എല്ലാം ഒരു സൈഡിൽ മാറ്റി നിർത്തിയിട്ട് വേണം ഇത് പറയാനായിട്ട്. പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡ്, ആ കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല. ഒരു ഗെയിം പരമായിട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. ഒരാളോട് ഹേറ്റഡ് ഇല്ലാതെ നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് ഈ ഷോയെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ജാസ്മിൻ 3rd എന്ന് ഞാൻ പറയുന്നു. അപ്പോ 2ാമത്തെ സ്ഥാനം അൻസിബ. ഞാൻ ഇങ്ങനെയാണ് എന്ന് അൻസിബ 100 തവണയൊന്നും പറഞ്ഞ് നടക്കാറൊന്നുമില്ല. അത് പറയാതെ തന്നെ നമ്മളിലേക്ക് രജിസ്റ്റർ ആയി കഴിഞ്ഞു. അൻസിബ എന്താണ്, അൻസിബ ആരാണ് എന്നുള്ളത്. ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് അൻസിബ ആൻഡ് ജാസ്മിൻ. ഗെയിമിന് വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കാനും, പിന്നെ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാനും, വെറുതെ കടന്ന് അലച്ച് ബഹളം വെക്കാനും ഒന്നും അൻസിബയെ കിട്ടില്ല. അതൊരു വളരെ സത്യമായ കാര്യമാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈവ് കാണുന്ന സമയത്ത്. അത് മാത്രമല്ല, ബിഗ് ബോസ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അൻസിബ. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ടുള്ളവർ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഡിഗ്നിറ്റി കീപ്പപ്പ് ചെയ്ത് കളിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അഭിപ്രായങ്ങൾ തുറന്നു പറയാതെ മാറി നിൽക്കുന്നതും കണ്ടിട്ടില്ല. അഭിപ്രായങ്ങളെല്ലാം വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. വാക്ചാതുര്യമുണ്ട്, നല്ലപോലെ സംസാരിക്കാൻ അറിയാം. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു ക്വാളിറ്റി കണ്ടസ്റ്റന്റ് ആണ് എന്നാണ് സത്യം. അപ്പോൾ സമൂഹത്തിന്റെ കണ്ണാടി എന്ന് വിളിക്കാവുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്. അപ്പൊ ജാസ്മിനെ ഇപ്പോൾ ഉള്ളവരും അൻസിബയെ ഇപ്പോൾ ഉള്ളവരും എല്ലാവരും ഈ സൊസൈറ്റി തന്നെ ഉണ്ട്. അപ്പോൾ 2 ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉള്ളവര് ടോപ്പ് 3 വന്ന് കാണണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് അൻസിബയും ജാസ്മിനെയും തൊട്ടടുത്തുള്ള പൊസിഷനിലേക്ക് ഇട്ടത്. ഫസ്റ്റ് പൊസിഷൻ ഡെഫിനറ്റ്ലി ഗോസ് ടു നമ്മുടെ സ്വന്തം ജിൻഡോ ചായൻ. ജിൻഡോ ഈ രീതിയിൽ കളിച്ച് കയറി വരുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല.
ലോഞ്ച് എപ്പിസോഡ് കാണുന്ന സമയത്ത് ഞാൻ എന്റെ കൂടെ ഉള്ളവരോട് ചോദിച്ചിരുന്നു, ഈ മിസ്റ്റർ പോഞ്ഞിക്കരേനെയൊക്കെ കയറ്റി വിട്ടിട്ട് ഇവനൊക്കെ എന്തുണ്ടാക്കാനാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് മാത്രം നോക്കി ജഡ്ജ് ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ അന്ന് ചെയ്തു. നമ്മളെല്ലാവരും ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പിന്നെ ആ മിസ്റ്റർ പോഞ്ഞിക്കരനെ മണ്ടനായി, മല്ലയ്യയായി, അന്യനായി, ചാണക്യനായി, ഏകാധിപതിയായി, ജിൻഡപ്പനായി, പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനുമായി എല്ലാത്തിന്റെയും ഒരു മിക്സ് ആണ് ജിൻഡോ എന്നത് പുള്ളി തന്നെ സമ്മതിച്ചു തരുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയ മണ്ടത്തരവും കാണിക്കും, ഏറ്റവും കിടിലൻ മൈൻഡ് ഗെയിമും കളിക്കും, ബ്രില്യൻസുകൾ കാണിക്കും, CID കണ്ണുമായിട്ട് അവിടെ നടക്കും, തമാശകൾ പറയും, സെന്റി അടിക്കും, അങ്ങനെ എല്ലാ ഇമോഷൻസും വെച്ച് അവിടെ ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. അപ്പം ഒരു BB മെറ്റീരിയൽ ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഗെയിമിന്റെ എല്ലാ ഇറക്കക്കയറ്റങ്ങളും അനുഭവിച്ചറിഞ്ഞ, എല്ലാ മാനസിക സംഘർഷങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ജിൻഡോ. പുള്ളി നേരിട്ട് പോലെ ഒറ്റപ്പെടൽ അവിടെ വേറെ ആരും ഈ സീസണിൽ നേരിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതുവരെയുള്ള ഗെയിമില് അല്ലെങ്കിൽ ഈ സീസണിന്റെ ഫസ്റ്റ് ഹാഫില് ജയിക്കും എന്നെനിക്ക് തോന്നുന്നൊരു മത്സരാർത്ഥിയാണ് ജിൻഡോ. പ്രേക്ഷകരും എന്നോട് യോജിക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ ടോപ്പ് 5: ജിൻഡോ, അൻസിബ, ജാസ്മിൻ, ഗബ്രി, നന്ദന. ഇവരാണ് ആസ് ഓഫ് നൗ ഇവിടെ നന്നായിട്ട് കളിക്കുന്ന 5 പേരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ടോപ്പ് 5 വേറെ തന്നെ ഒരു ടോപ്പ് 5 ആയിരിക്കും. അതിൽ വിജയ് അടക്കം എല്ലാം വേറെ ആയിരിക്കും. അത് താഴെ കമന്റ്സിൽ പങ്കുവെക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.